മുഖ്യമന്ത്രി വി.ഡി. സതീശനും യു.ഡി.എഫ് സർക്കാരിനും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് കോതമംഗലം ആസ്ഥാന ആശുപത്രിയുടെ മുന്നിൽ കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് യൂണിയൻ INTUC കോതമംഗലം താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആശമാരുടെ ആഹ്ലാദ പ്രകടനവും മധുര വിതരണവും നടത്തി. നിരവധി ആശാപ്രവർത്തകർ പങ്കെടുത്തു. യു.ഡി.എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആശമാരുടെ വേതനം 3000 രൂപയായി കൂട്ടുകയും പെൻഷനും പിരിഞ്ഞു പോകുമ്പോഴുള്ള ആനുകൂല്യങ്ങളും ഘട്ടംഘട്ടമായി നടപ്പിലാക്കുമെന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പ്രഖ്യാപനം സാധാരണക്കാരായ തൊഴിലാളികളെ സഹായിക്കുന്ന നടപടിയുടെ തുടക്കമാണെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത INTUC താലൂക്ക് പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് അബു മൈദീൻ പറഞ്ഞു. ആ സമരക്കാരുമായി ഒന്ന് ചർച്ച ചെയ്യാൻ പോലും പിണറായി വിജയന്റെ ഗവൺമെന്റ് തയ്യാറായില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഴയും വെയിലുമേറ്റ് ആ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ പാവപ്പെട്ട ആശമാർ ദിവസങ്ങളോളം അവരുടെ ഒരു അതിജീവന സമരവുമായി മുന്നോട്ട് പോയപ്പോൾ അതിനെ മൈൻഡ് ചെയ്യാൻ, അതിനെ ഒന്ന് മോഡലിക്കെടുക്കാൻ ഈ തൊഴിലാളി സർക്കാർ എന്ന് പറയുന്ന CPMന്റെ സർക്കാരോ മുഖ്യമന്ത്രി പിണറായി വിജയനോ തയ്യാറായില്ല. ആ സമയം തന്നെ ചുവൻകുട്ടികളുടെ രാജ്യത്ത് 3 ലക്ഷം രൂപ PSC വർദ്ധിപ്പിച്ചെടുക്കാൻ അവർക്ക് വേണ്ടിയായിരുന്നു. ആശാ വർക്കേഴ്സ് യൂണിയൻ താലൂക്ക് പ്രസിഡന്റും INTUC മഹിളാ വിഭാഗം ജില്ലാ പ്രസിഡന്റുമായ ചന്ദ്രലേഖ ശശിധരൻ അധ്യക്ഷത വഹിച്ചു. മുൻ മുനിസിപ്പൽ ചെയർമാനും KPCC മുൻ നിർവാഹക സമിതി അംഗവുമായ KP ബാബു മുഖ്യപ്രഭാഷണം നടത്തി. ഇതോടൊപ്പം മധുര വിതരണവും സംഘടിപ്പിച്ചിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജസി സാജു, കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോർജ്, മഞ്ജു സാബു, ഷിജില ഷിയാസ്, ജിജി സാജു, മേഘ ഷിബു, ജിജി എൽദോസ്, മിനി മാത്യു, ജോമോൾ സജി, സഫിയ, ലിസി യാക്കോബ്, ലില്ലി പൗലോസ്, ഉഷാ കൃഷ്ണൻ, ശശി കുഞ്ഞുമോൻ, ബഷീർ പുല്ലോളി, സുരേഷ് ആലപ്പാട്ട്, അനിൽ രാമൻ നായർ, MA പ്രഹ്ലാദൻ എന്നിവർ സംസാരിച്ചു. റസിമ അലി നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.